വേൾഡ് ഓഫ് വൈച്ചസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിക്ക് പോകാൻ പോവുകയാണ്. സോ അതിനായിട്ട് ഞാനും ഒഴിച്ചും കൂടെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഈ ബസ്സിൽ കയറിയാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഫെസ്റ്റിവൽ സിറ്റി പോകാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഈ ബസ്സിൽ കയറി നമ്മൾ വേറൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ബസ് കയറിയിട്ട് വേണം നമുക്ക് ഫെസ്റ്റിവൽ സിറ്റിയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുമ്പോൾ ദുബായുടെ RTA ബസ്സിൽ അത് കണക്ക് തന്നെ മെട്രോ, അത് കണക്ക് തന്നെ ദുബായുടെ തന്നെ കൊച്ചു ബോട്ട് സർവീസ് ഉണ്ട്. ഈ 3 സംഭവങ്ങൾ നമ്മളിന്ന് കയറുന്നുണ്ട് പോകുന്ന വഴിക്ക്. നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫയർ വർക്ക്സ് ഉണ്ട്, വാട്ടർ ഫൗണ്ടൻ, ഡാൻസ് ഉണ്ട്. ഇതൊക്കെ കാണാനായിട്ടാണ് നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി പോകുന്നതിൻ്റെ മെയിൻ റീസൺ. ഇതെല്ലാം ഫ്രീ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് ടണലാണ്. ഈ എയർപോർട്ട് ടണലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടണലിന് മുകളിലൂടെയാണ് റൺവേ പോകുന്നത്. ദുബായ് എയർപോർട്ടിൻ്റെ റൺവേ ഈ ടണലിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടണലിനകത്തൂടെ റൺവേക്ക് അടിയിലൂടെ പാസ് ചെയ്താണ് പോകുന്നത്. നമുക്ക് കാണാനൊന്നും പറ്റില്ല, റൺവേ ഒന്നും ഇവിടെ നിന്ന് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇതിന് മുകളിൽ ദുബായ് എയർപോർട്ടിൻ്റെ റൺവേ ആണ്. അപ്പോൾ നമ്മൾ ഈ ടണലിൽ നിന്ന് പുറത്ത് വരുമ്പം തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് എയർപോർട്ട് കാണാം. അതായത് എയർപോർട്ടിൻ്റെ ഉൾഭാഗം കാണാം. റൺവേയും ഫ്ലൈറ്റ് പാർക്ക് ചെയ്തേക്കുന്നതും എല്ലാം കാണാൻ പറ്റും. അപ്പം വളരെ അടുത്ത് തന്നെ നമുക്ക് ഫ്ലൈറ്റൊക്കെ കാണാം. ഉമ്മേനെ കൂട്ടി നമ്മൾ ഇവിടെ നിന്ന് ഫെസ്റ്റിവൽ സിറ്റി പോവുക. ബസ്സിൽ കൂടി ബസ് ഇപ്പം വരും. ഇപ്പം നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. കൃത്യം 5 മണിക്ക് തന്നെ നമുക്ക് പോകാനുള്ള അടുത്ത വണ്ടി എടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോവുകയാണ് അടുത്ത ബസ് കയറിയിട്ട്. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റ് യാത്ര ഉണ്ടാകും ഫെസ്റ്റിവൽ സിറ്റി വരെ.
അങ്ങനെ കറക്റ്റ് 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് നടന്ന് ഫെസ്റ്റിവൽ സിറ്റി മാളിൽ പോവും. ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ് നമ്മൾ ഫയർ വർക്ക്സും ബാക്കി പരിപാടികളും ഒക്കെ ഉള്ളത്. അപ്പം നമുക്ക് മാളിലോട്ട് പോകാം. ഇവിടെയൊക്കെ പൂച്ച ഉണ്ട്, കുറേ പൂച്ച ഉണ്ട് ഇവിടെ. ഇത് കണ്ട, ഇത് പൂച്ചയാണ്. എനിക്ക് തോന്നിയതാണ്. ഞാൻ പറപ്പം തന്നെ താണ്ടിരിക്കുന്നു. ദേ പിടിച്ചോടിക്കൊണ്ട് വീണു കണ്ടിട്ട്. പോകുന്ന വഴിക്ക് എല്ലാ റോഡിലെല്ലാം പൂച്ചകളുണ്ടെന്നാണ് നമ്മൾ അയച്ചു ബേബി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ക്രിസ്മസ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. നമുക്ക് പതിയെ പോയിട്ട് അങ്ങനെ ഇവിടാണ് ഫയർ വർക്ക്സ് നടക്കുന്ന സ്ഥലം. ഇവിടുന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കിത് അവിടെ നിന്ന് കാണാവുന്നതാണ്. അപ്പം 9 മണിക്കാണ് ഫയർ വർക്ക്സ് സ്റ്റാർട്ടാവുന്നത്. നമ്മളതുവരെ ഇവിടെ എല്ലാം കറങ്ങി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കുകയാണ്. ഏകദേശം 9 മണിയാവാറായി. നമുക്ക് ആ ഫയർ വർക്ക്സ് തുടങ്ങാറായിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം.
നമ്മൾ പിന്നെ ഇവിടെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരികെ പോകാനായിട്ടുള്ള പ്ലാനുമായിട്ട് നിൽക്കുകയാണ്. അടുത്ത് നമ്മൾ ബോട്ട് സർവീസിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ബോട്ട് സർവീസ് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുവരെ എല്ലാം ഇവിടെ കറങ്ങി അടിച്ചിട്ട് ബോട്ട് സർവീസിൽ കയറിയിട്ട് തിരികെ വീട്ടിൽ പോകാനാണ് നമ്മളുടെ പ്ലാന്. ബോട്ട് എത്തിയിട്ടുണ്ട്. വലിയ ബോട്ടൊന്നുമല്ല, ചെറിയൊരു ബോട്ട്. ഇവിടുന്ന് ഈ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെട്രോ സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. അപ്പോൾ അവിടുന്ന് അടുത്ത മെട്രോ കയറിയിട്ട് അവിടുന്ന് റൂമിലോട്ട് പോകാനാണ് നമ്മളെ പരിപാടി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ബോട്ട് സർവീസ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെട്രോ സ്റ്റേഷനിൽ എത്താൻ പറ്റുന്നതാണ്. സോ നമ്മൾ അവിടുന്ന് അടുത്ത ട്രെയിനിൽ കയറിയിട്ട് വീട്ടിൽ പോകുന്നതാണ്. സോ നമ്മൾ അവിടെ നിന്ന് വന്നിറങ്ങിയിട്ട് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. മെട്രോയിൽ മെട്രോ ഇറങ്ങിയിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് തിരികെ. വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് വേൾഡ് ഓഫ് ഐ ചൂസ് സൈനിങ് ഓഫ്.